ബോയ്സ്, അവനിപ്പോഴും വന്നിട്ടില്ല. നമ്മളെ പോസ്റ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് കോളേജാന്ന് പറഞ്ഞിട്ടൊരു പട്ടി പോലും ഇല്ല. ഇത് കോളേജിന് ഡ്രസ് ഉണ്ട്, ആരുമില്ല. നല്ല അത്രയ്ക്ക് കിടിലൻ കോളേജാണ്. പേര് കാണിച്ചു തരാം ഞാൻ. ഇപ്പം തൽക്കാലം അവൻ അറിയില്ല, മറീൻ എങ്ങനെയാണെന്ന് തോന്നുന്നു. മറീൻ എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയാണ്. ആരെയും കാണുന്നില്ല പുറത്തൊന്നും. എല്ലാവരും അകത്ത് തന്നെയാണ് കേട്ടോ. ഹോസ്റ്റലും അകത്താ. ഹോസ്റ്റല് കോളേജിന്റെ അകത്തായിട്ട് പോലും അവന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എന്നെങ്ങാണ്ട് അവൻ പറഞ്ഞത്. ഇതെന്ത് ഈ അങ്ങനെ ഹോസ്റ്റലിൽ നമ്മളെ കോളേജ് ലൈഫിനാണ്. നിങ്ങൾ കോളേജ് പെട്ടിടക്കുകയാണെങ്കിൽ അക്കാട് നല്ല നിങ്ങൾ കോളേജിൽ പോകാതിരിക്കുന്നത്. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അവൻ കോൾ എടുത്താ? ആ, കൊള്ളാം. ഇപ്പൊ ഞാൻ എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്തായാലും വരും കേട്ടോ. ഇന്നലെ വീട്ടിൽ നിന്ന് ഒരു കടയിൽ ഇറങ്ങിയതല്ലേ? കടയിൽ പോയോ? ആണോ? ശരി, ഇവനുള്ളായിരുന്നോണ്ടാ, അല്ലെങ്കിൽ നമ്മളിപ്പം തമിഴ്നാട്ടിലായിരുന്നു. അവനെ അവിടെ നിർത്തിയിരിക്കുക. ഇവനെ എന്തായാലും അവൻ തിരിച്ചറിയത്തില്ല. ഞങ്ങളെ രണ്ടുപേരും ചിലപ്പോൾ തിരിച്ചറിയും. ഈ കോളേജിന്റെ ബസ്സൊക്കെ എന്നെ നോക്കിയിട്ടാ പോകുന്ന. എല്ലാവരും എന്നെ നോക്കിയിട്ടാണല്ലോ പോകുന്നത്. ഇവനെ ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഇവരെല്ലാം എന്നെ നോക്കിയിട്ട് പോകുന്നുണ്ട്. മനസ്സിലായി അവന് നേരത്തെ അവിടെ വിവരം കിട്ടിയത്. എന്തുവാടാ ഇതാണ് അവൻ 10 മിനിറ്റ് വരുമെന്ന് പറയുന്ന. ഏത് നാട്ടിലാ 10 മിനിറ്റ് എന്ന് അറിയത്തില്ല. അവനിപ്പോ വരുന്നുണ്ട് കേട്ടാ. അത് കാണാൻ ഇങ്ങോട്ട് അവൻ ഇപ്പൊ വരുവാടുന്നു. അതാണ് അവൻ. ആ നടന്നു വരുന്ന അവനാണെന്ന് തോന്നുന്നു കേട്ടാ. ഇവൻ കാണാൻ ഇത്ര ചെറുപ്പമായിരുന്ന. ഇവൻ കോളേജിലെ പയ്യനാണല്ലേ? ഇവരൊക്കെ ആയിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവരൊക്കെ കോളേജിലെ ആൾക്കാരാണത്. നിങ്ങൾ സ്കൂള് വിട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നത്. എത്ര പോസ്റ്റ് എടുപ്പിക്കണം ഇവന്മാര്. 5 മിനിറ്റ് എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് OTP കാരനൊക്കെ പോയി. പിന്നെ ഞാൻ തന്നെ ഇറങ്ങി. നീ ഒരു ഷോക്കായില്ല? ഇന്നലെ ചിലവരൊക്കെ ഷോക്കായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. ഈ വ്ളോഗിനകത്ത് ഇതൊക്കെ കാണാൻ മനസ്സിലാവും. ഇത് എങ്ങനെ പോകുന്നു? ക്ലാസ് തുടങ്ങാൻ പോവാണ്? തുടങ്ങാൻ പോവാണ്. എന്താ ഒരു അവിടെ ക്ലാസ്സിലെ ആൾക്കാരൊക്കെ 9 മണിക്കാണ് കയറുന്ന. ഞങ്ങളിവിടെ നിനക്ക് വേണ്ടി ഇവിടെ എത്ര മണിക്ക് വന്നത് അറിയാ? എത്ര മണിക്കായിരിക്കും? നിനക്ക് വേണ്ടി അവിടെ ഏതൊരു പട്ടിക്കാടല്ല, അവിടെ ഏതൊരു ബീച്ച് ഉണ്ടല്ലോ, അവിടെ ഇന്നലെ രാത്രി തൊട്ട് പോസ്റ്റാ. രാത്രി തൊട്ട് നിന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറക്കത്തില്ലെന്ന് പറഞ്ഞ്. നിന്റെയൊക്കെ ഇന്നലെ രാത്രി ചോദിച്ചു ഓർമ്മയുണ്ടോ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറക്കുവാന്ന്? എന്തിനു വേണ്ടി വരുന്നതാ? രാത്രി തൊട്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. ഇവനൊക്കെയാണ് കാറ്റടിച്ചപ്പോ ഇറങ്ങി വണ്ടിക്കകത്ത്. ഇവൻ പിന്നെ പറയണ്ട, അവന്റെ ആ വീഡിയോക്കകത്ത് കാണുമ്പോ അറിയാം. അപ്പൊ ഇവനിപ്പോ 9 മണി ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിലെ പയ്യനാണ്. കണ്ടാ പറയത്തില്ല, കുറെ ആൾക്കാരുടെയൊക്കെ പറയത്തില്ല. അങ്ങനെ എന്റെ പ്രായം കൂടിയതാണ്. എന്തായാലും പോട്ടെ, കാണാം. ഇത് ആരാന്ന് പറഞ്ഞു? സെക്കൻഡ് എഡിറ്റർ. ഞാൻ പറഞ്ഞു ചെല്ലെന്നൊക്കെ. ചെല്ല് ലേറ്റ് ആക്കണ്ട. നേരിലും വലിയ മിണ്ടാട്ടമൊക്കെ കുറവാ ഓൾറെഡി. അപ്പൊ അതും കഴിഞ്ഞ് ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഹായ് ബൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓൾറെഡി ബസ്സുകാരൊക്കെ നോക്കിയിട്ട് പോയി. പിന്നെ കുറെ പിള്ളേർ വന്ന് അവർക്ക് എല്ലാവരും ഹായ് ബൈ ചെയ്തോണ്ടിരുന്ന സമയമാകത്തില്ല. നമുക്ക് നിലവിൽ കഴിക്കാം. വാ, പിന്നൊരു ദിവസം വരാം. ഞാനിപ്പം വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിരിക്കുക. ഞാൻ സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പറയാൻ ഇപ്പം അമ്മേനൊന്ന് വിളിച്ച് പറയണ്ട എവിടെയാണെന്ന്. തിരുവനന്തപുരം പറഞ്ഞു. മുടി വെക്കാൻ പോയതാ കോട്ടയത്ത്. അവിടെ നിന്ന് പത്തനംതിട്ടയൊക്കെ തിരുവനന്തപുരം. അമ്മ എടുക്കുന്നില്ലല്ലേ? അമ്മ എടുക്കുന്നില്ല. നമ്മളിപ്പം കോണക്കാട് ബംഗ്ലാവിലോട്ട് പോവുകയാണ്. അത് ഹോണ്ടഡ് ആണെന്നൊക്കെ പറയുന്നത്. രാത്രി പോയിരുന്ന കുറച്ച് രസം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ രാത്രി നിർത്തിക്കത്തില്ല. പോകാൻ പറ്റുന്നത് അറിയത്തില്ല. ഞാൻ ഒന്നും നോക്കുന്നില്ല. ഡയറക്റ്റ് വിടുക. പോകുന്ന വഴി ഫോറസ്റ്റ് കയറ്റിയെ കാണാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു തരാം. ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ. ഓൾറെഡി 1 മണിക്കൂർ ഓടിച്ചു. ഇനി 1.5 മണിക്കൂർ ഓടി. ഇത് നല്ലൊരു സ്ഥലമായിരുന്നു ഹോണ്ടഡ് പ്ലേസിൻ്റെ വീഡിയോ ചെയ്യാം. പക്ഷേ ഇന്നലെ രാത്രി അവിടെ നിർത്തിക്കത്തില്ല. നമ്മൾ ലീഗാലിറ്റിയിൽ കുടുങ്ങാൻ പാടില്ല. ഫുഡ് കഴിക്കല്ലേ? നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലേ? അമ്മേ, അപ്പം ഞാനിപ്പം തിരുവനന്തപുരത്താ. ഞാൻ മുടിയിട്ട് ഇറങ്ങിയതാണേ. മുടി ഞാൻ വെട്ടി. മുടി ഞാൻ കോട്ടയത്താണ് വെട്ടിയത്. പോകുന്ന വഴി എന്നാലും കോട്ടയം ഉള്ളതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം കയറിയിട്ട് വന്നേക്കാന്ന്. അല്ല, മുടിയൊക്കെ ഓൾറെഡി വെട്ടിയമ്മേ. ഞാനിപ്പോ ഒരു നല്ല വഴിക്ക് പോയതല്ലേ, അപ്പൊ ഫുള്ളായിട്ട് പോവാന്ന് വിചാരിച്ചു. മുടിയൊക്കെ വെട്ടി. ഞാൻ ഏതായാലും ജീവനോടുണ്ടെന്ന് അറിയിക്കാൻ വിളിച്ചാ. അവരെയൊന്നും പറയുന്നില്ല. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ്. എന്തായാലും ഞാൻ വിളിക്കാം.
ആ ആ ആ അത് ഓണത്തിൻ്റെ അന്ന് പറ്റിപ്പോയതാ. ഞാൻ ശരി ശരി അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതേ അമ്മമാർ കഴിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്. ഇങ്ങനത്തെ ഫുഡ് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സിമ്പിൾ ഡേറ്റോ അതല്ലേ ഓംലെറ്റും പറഞ്ഞാൽ. അപ്പോൾ ഇത് കഴിച്ച് തീർക്കണ്ട നമുക്ക് അതിൻ്റെ ബംഗ്ലാവിൽ പോവാം. നമ്മൾ എന്താണ് ബോനക്കാടിൻ്റെ അവിടെ എത്തി, പക്ഷേ അകത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ചേച്ചി പറയുന്നത്. അവിടോട്ട് വിടത്തിൽ ഇപ്പം എൻട്രി ഒന്നുമില്ല. ഇവിടെ നിന്ന് ഇനിയും 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ വാട്ടർഫോൾ പോവാം. വാട്ടർഫോൾ എന്തായാലും പോകണ്ട. ആ ഗേറ്റ് ഒന്ന് കാണിച്ച് കാണാം. അതിനെ ഗേറ്റ് കാണാം. അവരകത്തോട്ട് വിടുന്നില്ല. ഇങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ അടച്ച് പുഴുങ്ങി വെക്കണം. എനിക്കിത് ഇതാ ഇഷ്ടമില്ലാത്തത്. US ആകുമ്പോൾ നമുക്ക് എന്താണ് അലാസ്കൻ വിൽഡർനെസ്സിൽ പോലും നിങ്ങൾക്ക് എന്തോ ടിക്കറ്റ് എടുത്താൽ എന്തോ പാസ്സൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്രീഡം ഇല്ല ഇവിടെ കേരളത്തിൽ. ഇവിടെ എന്താണ് ഈ എന്താണ് ബീച്ചിനകത്ത് ഇത്ര കോസ്റ്റൽ ഏരിയ ഉണ്ടായിട്ട് പോലും ബീച്ചിൽ മുട്ടിൻ്റെ പൊക്കത്തോട്ട് വെള്ളത്തിൽ ഇറക്കത്തില്ല. അവർ തല്ലി അല്ലെ വഴക്ക് പറഞ്ഞ് അകത്തോട്ട് വിടും. ലൈഫ് ഗാർഡിന്റെ ജോലി മുങ്ങാൻ നേരത്തെ എടുത്ത് രക്ഷിക്കുന്നേ, അല്ലാതെ വെള്ളത്തിലോട്ട് പോകുമ്പോൾ പോരെന്ന് പറയാനല്ലേ. ബോയ്സ് ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല, ബസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ബോണക്കാട്. അല്ല ഇതാണ് ഹോണ്ടഡ് പ്ലേസ്. 6 മണി രാവിലെയൊക്കെയാണ് ബസ്. എന്തായാലും നോക്കാം, കിട്ടിയാൽ നമുക്ക് ബസ്സിന് കയറാൻ നോക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് നിൽക്കുക. ഒന്നെങ്കിൽ ബസ് ഇവിടുന്ന് പോകും, പിന്നെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് 5 മണിക്ക് തിരിച്ച് ബസ്സുള്ളൂ. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്വന്തം കാറിൽ ഇവിടെ ലോക്കൽ ആരിൽ പരിചയം ഉണ്ടെങ്കിൽ എന്തുവാണ് നമുക്ക് കാറിൽ തന്നെ കയറി പോകാം. എന്നിട്ട് അവിടെ പിന്നെ തിരിച്ച് വരാം. അമ്മയെങ്കിൽ കുറച്ച് കിടക്കുകയും ചെയ്യാം. പിന്നെ ലോക്കലിലെ പരിചയമുള്ള നമുക്ക് രാത്രിയും സ്റ്റേ അടിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ചെറിയൊരു ഇത് അറിയത്തില്ല, ഒക്കെ പറച്ചില്ലേ ഉള്ളൂ. അതാണ് ഞാൻ ഇവിടെ എൻ്റെ ഫേസ് വാല്യൂ യൂസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഈ ഗ്രാമീണ പ്രദേശത്തിലോട്ട് ആൾക്കാർക്ക് അറിയാം, എന്നാലും അത്രയ്ക്കില്ല. കൊച്ചി എന്നുള്ളൊരു രീതിയിലുള്ള വൈബ് ആൾക്കാർക്ക് അറിയാം. ആൾക്കാരെ നോക്കിയിട്ടൊക്കെ പോകണം. പക്ഷേ ആ അപ്പുറത്തെ സൈഡിയാ ബോണക്കാട് ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരെ പരിചയം രാത്രി സ്റ്റേ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട്. പക്ഷേ എന്തായാലും ഇപ്പം ബസ് വരുന്നുണ്ട്. അതേ ബസ്സിൽ പോകാനേ തിരിച്ച് വീട്ടിൽ പോവാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അല്ലേ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടിട്ടെങ്കിലും വരായിരുന്നു. ഇറങ്ങും മലയുടെ പൊക്കത്ത് എത്തിയിരിക്കുകയാണ്. വെറുതെ വന്നേ? ഇവിടെ തന്നെ വന്നേ. ചേട്ടൻ എവിടെ സ്ഥലം? അപ്പൊ ഇത് അവസാനത്തെ ബസ് സ്റ്റോപ്പ് ഒക്കെ കണ്ട. ഇവിടം വരെ ബസ് സർവീസ് ഉള്ളൂ. കൊടുക്കത്തെ നേരെ ഒരു ബസ്സിന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ബസ് എന്നിട്ട് കയറിക്കൊണ്ട് വരിക. പിന്നെ ഇതിന്റെ മലയുടെ അപ്പുറത്തായിട്ട് തമിഴ്നാടാണെന്ന് തോന്നുന്നു. ഇതാണ് ആ ബോനക്കാട് ബംഗ്ലാവ് എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ എന്തായാലും നമ്മള് ചേട്ടനായിട്ട് നടക്കുക എങ്ങോട്ടെങ്കിലും. ചേട്ടന്റെ വീട് അവിടെയായിട്ട് ആ മലയുടെ പൊക്കത്തായിട്ട് വരും. 13 വീടെങ്ങാണ്ടേ ഉള്ളത് ചേട്ടൻ പറയുന്നത്. നല്ല കാറ്റ്. ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ് ചേട്ടൻ പറയുന്നത്. കുടിക്കാൻ വന്നു. കുടിക്കാനാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. ദാഹം എനിക്ക് ബോട്ടിലുണ്ടോന്നില്ല. ചേട്ടനോട് ഇപ്പോൾ ചേട്ടൻ നേരത്തെ ഗൈഡാണ് മറ്റേ അഗസ്ത്യവടത്തിന്റെ പൊക്കത്ത് കയറി ഇറങ്ങുന്നത്. 3 ദിവസം എടുത്തിട്ട് കയറി ഇറങ്ങണം. ചേട്ടൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് ചേട്ടന് എല്ലാവരും ഈ പൈസ കൊടുക്കുന്ന ഒരു കമ്മീഷൻ കൊടുത്തിന് നല്ലൊരു ശമ്പളം കിട്ടിയതല്ലേ. അതിന് പകരം വെറും മാസത്തിൽ ഒരു തുകയാക്കി വെച്ചിരിക്കുക. അത് ശരിയല്ല. ദിവസം 700 രൂപയാ. അത് തെണ്ടിത്തരല്ലേ. ഞാൻ മൈക്ക് എടുക്കാത്തതിന് കുറച്ച് കാറ്റിൻ്റെ ഇത് കാണും. അപ്പോൾ തൽക്കാലം ഇവിടെ മറ്റേ അരുവിയിൽ നിന്ന് കണ്ടുവരുന്ന വെള്ളം ഇവിടെ പൈപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ പോയി നമ്മൾ കുടിക്കാൻ പോവുകയാണ്. ആ ചേട്ടൻ്റെക്ക് ചോദിക്കാം. ചേട്ടൻ സമ്മതിക്കുന്നില്ല ആദ്യത്തെ കാര്യം. അത് ചേട്ടനേക്ക് ചോദിക്കാം. ചേട്ടൻ ഇവിടുത്തെ ഗൈഡല്ലേ. ഒരു രാത്രി ഞങ്ങളുടെ കൂടി ഞങ്ങൾ പൈസ കൊടുക്കും. ഞങ്ങളോട് നിൽക്കുമോ, ലോക്കൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബംഗ്ലാവിനകത്ത് ഒരു രാത്രി നിൽക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ചേട്ടൻ ആ ഒരു സംസാരം വരുമ്പോൾ ചേട്ടൻ ഓക്കെ പറയുന്നില്ല. പേടിയാണെന്ന് അറിയത്തില്ല, സംസാരം പറയുന്നില്ല. ഓക്കെ. വെള്ളം അങ്ങനെ ഉണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. തണുപ്പുണ്ട്. ഓൾമോസ്റ്റ് 6 വാട്ടർ കണക്കുണ്ട്. അത് ഓഫ് ആവത്തില്ല. നിങ്ങളുടെ ശക്തി വെച്ച് ടാപ്പ് ഓഫ് ആവത്തില്ല. മതി. ഇത്ര വെള്ളം പൊക്കോണ്ടിരിക്കും. ഇത്ര അടയത്തുള്ളൂ. ചേട്ടനെ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ചേട്ടൻ സമ്മതിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ മല പൊക്കത്തൂടി കയറി അപ്പുറത്തെത്തി. അവിടെ ആ മലയുടെ പൊക്കത്തെങ്ങാണ്ടാണ് ആ വീട്. എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണ്ടഡ് ഹൗസ് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ദുഃഖം. എന്തായാലും ഞാൻ 2 മണിക്കൂർ കിടന്നിട്ട് വരില്ല. കൂടെ ഒരു പ്രേതവും കാണും. നൈസായിരിക്കും. പോകുന്ന വഴിന്ന് വെച്ചത് ഇവിടെ നിന്ന് കയറി അങ്ങോട്ട് പോയി നിൽക്കണം. അവിടെ മലയുടെ പൊക്കത്തെ കണ്ട. ചേട്ടൻ്റെയൊക്കെ വീട് അവിടെ ആ പൊക്കത്തായിട്ട്. ചേട്ടൻ്റെ വീട് അവിടെ നിന്ന് വെച്ചാൽ നമ്മളെ പോകത്തില്ല തിരിച്ച് വീട്ടിലോട്ട്.
അപ്പം അതാ ചേട്ടൻ്റെയൊക്കെ വീട് അവിടെയാണ്. അതാ മാഡം വീട് ആ മലയുടെ പൊക്കത്തായിട്ട് ഇവിടുന്ന് കയറി പോകണം തോന്നുന്നു. ഇവിടുന്ന് വഴിയുണ്ട് ഏകദേശം. നമ്മൾ അവിടുന്ന് കയറി വന്ന് പിന്നെ ഈ വഴി പൊക്കത്തോട്ട് പോവുക. എനിക്ക് തോന്നുന്ന ചേട്ടൻ നമ്മുടെ കുറേ വരുന്നുണ്ടെന്ന്. ചേട്ടൻ്റെ ഡൗട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു. ചേട്ടനൊക്കെ ഞാൻ ആദ്യം വെള്ളം ചോദിച്ചു. ചേട്ടൻ പറഞ്ഞത് ഞാൻ ചോദിച്ച് ചേട്ടാ വീഡിയോ എടുത്താണ് വീട്ടിൽ നിന്ന് വെള്ളം തരുമെന്ന്. ഞങ്ങൾ മറന്നുപോയല്ലോ. ചേട്ടൻ പറഞ്ഞ വീട്ടിലില്ല. ചിലപ്പം മനസ്സിലാക്കാം, ചിലപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഷോ ആയി കാണും. അതല്ല കേട്ടോ, നമ്മൾക്ക് കയറാം. വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പിന്നെ നേരെ കയറിയാൽ മതി. ആ വെള്ളം കുടിക്കാൻ പറ്റുവാടാ? ഒഴുകി വരുന്ന വെള്ളം കുടിക്കാന്നാ. നിങ്ങൾ എവിടെ കയറി പോവുക? മേലോട്ട് കയറി പൊക്കോണ്ടിരിക്കുവാണല്ലോ. ഇവിടം വരെ എത്തി വെള്ളം കുടിക്കാന്മാര്. പൊക്കത്തിനാരെങ്കിലും മുള്ളുന്നുണ്ടെങ്കിലാ. ആദ്യമായിട്ട് എങ്ങനെ കുടിക്കുന്നത്? എങ്ങനെയുണ്ട്? കിടിലെന്ന് പറയാനില്ല, വെള്ളം കുടിക്കാൻ പറ്റും. നിങ്ങൾ ഞാൻ കിടിലെന്ന് പറയാനായിട്ട് ഇവിടുത്തെ വെള്ളത്തിന് കൊടുക്കാൻ ടേസ്റ്റ് വിചാരിക്കുന്നത്. നടന്ന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അത് എന്ത് സാധനം കറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. സോളറൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, വെതറിൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ. ഇവിടെ റോഡൊക്കെ ഇപ്പോഴും വണ്ടി പോകുന്നതിനൊക്കെ ഉണ്ട് കണ്ടിട്ട്. ഇവിടെ നല്ല കാറ്റടിക്കും. ഞാനൊരു ഹോണ്ടഡ് എക്സ്പീരിയൻസ് ആണ് തരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യണമെന്നായിരുന്നു. വേറെ എവിടെയും നോർത്തിനാണെങ്കിലും എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ രാത്രി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമുക്കിപ്പോൾ ചെയ്യണം. ഇപ്പോൾ കയറിയിട്ട് കുറേ ആയി. ഒരു മലയായിട്ട് വേറെ മലയായി. ഒരു 20 അരമണിക്കൂറായിട്ട് നടക്കുക. ഇപ്പോഴും വീടെത്തിയിട്ടില്ല. ഒന്നും നോക്കണ്ട, ഒരു കാര്യം കാണിക്കാൻ നിർത്തിയതാ. കാണാമോ? നമുക്കിത് ഇടിഞ്ഞു പൊളഞ്ഞ വീടൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഗംഗ, ലവ്, ആസിഫ്, അനീഷ്, നത്മ. നല്ല നിഗൂഢമായ എൻവയറമെന്റിലൂടെ നമ്മൾ അകത്തോട്ട് നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ദൂരത്ത് നടപ്പ് കഴിഞ്ഞ് നമ്മൾ കിതപ്പൊക്കെ മാറി അങ്ങോട്ട് പോകും തോറും കാടിന്റെ വൈബ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകും തോറും വേൾഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണത്. ഒരു ഓറഞ്ച് ടിന്റ് വീഴുന്നു. യെസ്, വി ആർ ഹിയർ. വി ആർ അറ്റ് ദ വെക്കേറ്റഡ്, അബാൻഡൻഡ് ആൻഡ് ഹോണ്ടഡ് 1947 ബംഗ്ലാ. നീ പതുക്കെ പോ, വല്ല പ്രീതം കാണും. അതൊരു ഡെവിലാണെന്ന് തോന്നുന്നു. ആ, സാത്താൻ. ഇതാണെന്ന് തോന്നുന്നു പേര് കേട്ടാ. സാത്താന്റെ ശക്തികളുണ്ട് അവിടെ. ഓ, അപ്പൊ ഇതാണ് ബോയ്സ് ബംഗ്ലോ. ഇന്ന് നമ്മൾ ഇവിടെയാണ് കുടില് വാരാൻ പോകുന്നത്. അതൊക്കെ സംസാരിക്കുക കേട്ടോ, പ്രേതം ചിലപ്പോ കേൾക്കും. പതുക്കെ പുതുമഴയായി വന്നു. ഹോണ്ടഡ് ഫീൽ വരുന്നുണ്ടോ? ഹോണ്ടഡ് കാണിക്കുന്ന മുമ്പ് ഇതിന് മുമ്പിലോട്ട് ഇതിനെക്കാട്ടിലും കിട്ടുന്ന വ്യൂ ഉണ്ട്. എനിക്ക് മൂഡ് ഓഫ് ആക്കണമെന്നില്ല, പക്ഷെ എന്നാലും ഈ പ്ലാസ്റ്റിക് എറിഞ്ഞവന്മാരുടെയൊക്കെ ചന്തിക്കിട്ട് പട്ടി അടിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഹോണ്ടഡ് ഹൗസിൽ കയറാം. അബാൻഡൻ ഹൗസിൽ പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി തെറിച്ചു പോയാൽ കാല് വെക്കുമ്പോ ഡ്രമാറ്റിക് എൻവയറമെന്റ് ഫേസ് ഉണ്ടാക്കിയെടുത്തപ്പോ there is heaven in Kerala. That is a place, please explore it. ഒരു ബ്രിട്ടീഷ് കാലത്തെ ബംഗ്ലാവിന് ഇത് കുറച്ച് ഏറെ ആയിട്ട് റിനോവേറ്റ് ചെയ്തതൊക്കെ ഉണ്ട്. അടി ഈ ചിമ്നി വർക്ക് ചെയ്യുന്ന ചിമ്നിയാണോ? പുറത്തോട്ട് പോവുക? അവിടെയൊക്കെ കയറി പേരെഴുതി വെച്ചിരിക്കുന്നു. നല്ല വീടാ. കുറെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചേറെ നല്ല വീടല്ലേ? നല്ല വലിയ വീട്. ഇവിടെയും ചിമ്നിയൊക്കെ ഉണ്ട്. അവര് വരട്ടെ, അപ്പൊ പേടിപ്പിക്കാം. വെയിറ്റ് ചെയ്യേണ്ടി വരും. ട്രാജഡി നടന്നില്ലേ? രാത്രി അമ്മമാര് നിന്ന് നിപ്പി മുള്ളിയത്. ഇയാളുടെ നല്ല പൈസയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ വീട്. ഇത് കിച്ചൺ ഏരിയ. ബാട്ടമുണ്ടോ ഇവിടെ? ഇയാള് വലിയ പുള്ളിയാണുള്ളത്. ബ്രിട്ടീഷുകാരനായതുകൊണ്ടാണ് ബാട്ടപ്പൊക്കെ നോക്കിയ. ഇതൊക്കെ എനിക്കൊന്ന് ഈയിടക്ക് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് 50 വർഷം പഴക്കമുണ്ടായി വീട്. കിണ്ടി ഇടയ്ക്ക് വെച്ച് റിനോവേറ്റ് ചെയ്തത്. അതറിയത്തില്ല. വലിയ ജനൽ വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ആയിട്ടാ മിക്ക നല്ല വെന്റിലേറ്റഡ് വീട്. ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടെയും ബാത്തബ് ഉണ്ടോ? എത്ര റൂമാണ് ഇയാൾക്ക്? ആ, ഇത് പ്രോപ്പർ ബാത്തബ്. നിനക്കറിയാവോ? ഓ, ഇവിടെ ഹോജോ പഠിക്കണ എത്ര മുറിയാണ് ഇയാൾക്ക്? ഇയാളൊക്കെ വമ്പൻ ടീമാണെന്ന് തോന്നുന്നു. ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും പൊക്കത്താ. അയാൾക്ക് മല ഈ ഏരിയയിലെ ഏറ്റവും വലിയ മലയാണെന്ന് തോന്നുന്നു. അടുത്ത ബാറ്റബേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ പുതിയ ബോട്ടിലൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാവർക്കും വെറുതെ അല്ല ഇവിടെ ആൾക്കാരെ എത്തിക്കാതെ. ഇങ്ങനെ വെക്കേഷൻ ഹൗസ് കണക്കത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കണം അല്ലേ? സെറ്റ് ആയിരിക്കും. വീടിന് മുമ്പിലോട്ട് പോകാത്ത ഫുൾ മലനിരകൾ മാത്രം. സെറ്റ് വ്യൂ, സെറ്റ് സ്ഥലമാ. ഇത് ഡയറക്റ്റ് മേടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഇത് ചെയ്യണം. ഹോം സ്റ്റേ ആക്കിയിടും. ആണാ? ഓ, അവൻ മറ്റേ ആ മെന്റലിസ്റ്റ് ഒരു അനന്ത് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ, അവന്റെ ഇവിടെ വെച്ച് കണ്ടാ വീഡിയോ എടുത്തത്. ഹോജോ ബോർഡ് കണ്ടു കളിച്ച് കാണുന്നില്ല. അവൻ വീട്ടിലോട്ട് കൊണ്ട് നമ്മൾ ഹോണ്ടഡ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ അവിടെ ആയിട്ടൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. പ്രയത്നം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോവുകയാണ്. ഈ ബ്രിട്ടീഷുകാരെ കൊടുക്കുന്ന പോർഷ് ലൈഫ് ആയിരുന്നു. ആണി നല്ല കൊണ്ടേ ഊരിയാക്കണം കേട്ടാ. മുമ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കി കുറെ ആൾക്കാർ വന്ന് പ്ലാസ്റ്റിക് എറിഞ്ഞില്ലായിരുന്നു. സെറ്റ് എല്ലാവർക്കും പട്ടി അടിക്കും. നോക്കിയാ നമുക്ക് വേറെ ഏത് വഴി കിട്ടിയെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി പൊക്കോണ്ടിരിക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് പോകുന്നത്. എന്തിന്റെ പൂവാണ് ഇതൊക്കെ? മുമ്പിലോട്ട് തെക്കി കൂടിക്കൊണ്ടിരിക്കുക. പാമ്പ് വല്ലതും ഉണ്ടാ നോക്കിയേക്കണം. മൂർഖനും സർപ്പവും ഒക്കെ ചിലപ്പോൾ ഇവിടെ കാണും. സർപ്പം സാറിനെ കടിക്കുമ്പം അതിനുള്ള എന്താ ആന്റിവെനം ഇല്ല നമ്മുടെ കയ്യിൽ. റെയറായിട്ടാണ് കാട്ടിൽ കയറി കടി കിട്ടുന്നത്. ഓ, സംതിങ് ഫിഷി. എന്തോ നടക്കുന്ന മർഡർ സീനാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടോട്ടൊക്കെ പോകണം. വെറുതെ ഇവിടെ ഇറങ്ങാൻ തോന്നുന്നു. ഒന്ന് പോയി നോക്കാം ജസ്റ്റ് വെറുതെ. എന്താ മനുഷ്യരെ പേടിപ്പിക്കാൻ? ഇതൊന്നും ഇല്ല. ഇത് വേറെ ഒരു വീടാണെന്ന് തോന്നുന്നു. മുന്നിലോട്ട് ഇനി വഴിയില്ല. അപ്പം നമ്മൾ തിരിച്ചു പോവുക. ഇവിടെ രാവിലെ അങ്ങനെ വലിയ ഫീൽ ഇല്ല. ഇവിടെ ഇനി ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ചേട്ടനൊക്കെ ചോദിച്ച ചേട്ടൻ ഇവിടുത്തെ തന്നെയാണ്. ചേട്ടൻ പറഞ്ഞ രാത്രി നിന്നോളാം എൻ്റെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നതിന് എന്താ വെറുതെ നിൽക്കുന്ന നിന്നൊന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആരും നിൽക്കില്ല. അതാണെന്നാ പറഞ്ഞത്. അതാണ് വേറെ കാര്യം. ഇവിടെ അത്രയ്ക്ക് ഒരു സേഫ് അല്ല. സേഫ് അല്ല എന്ന് വെച്ചാൽ ബോധമുള്ള ആരും നിൽക്കത്തില്ല രാത്രി. സേഫ് അല്ലെന്ന് പറയുന്നതിന് പല അർത്ഥം കാണും. അത് മൃഗങ്ങള് തന്നെ ആണോന്നില്ല. ആത്മാക്കളാകാം. ആത്മാക്കളാകാം. അപ്പൊ കേരളത്തിലെ ഏറ്റവും ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യുന്നതാണ്. വരുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്കത് തന്നെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഫൈനലി ഒരു മലയുടെ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് അവരുടെ വീടൊക്കെ കാണാമെന്ന് അവിടെ കണ്ടാ. ഇപ്പൊ ഇതിന് ഈ മല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് വയ്യ, ഇറക്കേ ഉള്ളൂ. എന്തായാലും നമ്മൾ മറ്റേ വീട് ചെയ്യും കേട്ടോ, ഹോണ്ടഡ് ഹൗസ്. ഫൈനലി നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. കാലിന് ഒടുക്കത്തെ വേദന. നല്ല ഇറക്കമായതുകൊണ്ട് കാല് വെച്ച് തന്നെ വേദന എടുത്തിട്ട് വേദന. മറ്റവരെ കാണാൻ പോലും ഇല്ല. സബ്സ്ക്രൈബർ മുമ്പിൽ തന്നെ ഉണ്ട്. സബ്സ്ക്രൈബറിന്റെ പേര് പറഞ്ഞില്ലല്ലോ, ജിയോ സേട്ടൻ. ബസ് വരുന്നവരെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് പോകണം. നമ്മുടെ ബസ് എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഫൈനലി. നിങ്ങളല്ലായിരുന്നു നിങ്ങളെ വീട്ടിൽ നിന്ന് ഇന്നലെ ഇറക്കിയതാ. എനിക്ക് വീട്ടിൽ കൊണ്ട് വിടണം. നമ്മളിപ്പോ ബോണക്കാടിൽ നിന്ന് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബോണക്കാട് വീട് ചെയ്യേണ്ടെന്നുള്ള ഡൗട്ടിൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പോൾ ഇട്ടിരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലീഗൽ ഇഷ്യൂസ് വരുമോ അല്ലെങ്കിൽ വീഡിയോ കൊള്ളായിരിക്കുമോ അതെല്ലാം ഉള്ളൊരു ഡൗട്ടിലാണ്. ഞാനിപ്പം ഇൻസ്റ്റയിലും യൂട്യൂബിനകത്ത് ഞാൻ പോൾ ഇട്ട് ബോണക്കാടിന്റെ വീഡിയോ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിനകത്ത് ആൾക്കാർ ഭൂരിഭാഗമല്ല 95% ആൾക്കാരും പറഞ്ഞ് ചെയ്യാൻ നോക്കട്ടെ, ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്ന ആ മൈൻഡിൽ തന്നെ ഇരിക്കുക. പക്ഷെ അതിന്റെ ഇടയ്ക്ക് താഴത്തെ ഒരുത്തം വേറെ ഏതോ ഒരു റാൻഡം സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിരിക്കുന്നു അവന്റെ വീട്ടിലോട്ടൊന്ന് വരണമെന്ന് ഈ തിരുവനന്തപുരം വരുമ്പോ. ഞാൻ പറഞ്ഞ പിന്നെ എന്താ ഇവനെ വീട്ടിലാക്കേണ്ടതായിരുന്നു. അതേ സമയത്ത് ഒറ്റയടിക്ക് വഴി മാറ്റി അവന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ 7 മിനിറ്റ് അവന്റെ വീട്ടിലെത്തും. അവൻ പ്രതീക്ഷിച്ച പോലും ഇല്ല. അതെ ഞാൻ വിളിച്ചു. പക്ഷെ അവൻ ഇൻസ്റ്റഗ്രാമിന്റെ ലൊക്കേഷൻ മേടിച്ചു. ഇപ്പൊ പറഞ്ഞോളൂ 5 മിനിറ്റ് പോലും ആയിട്ടില്ല. സബ്സ്ക്രൈബർ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ആഗ്രഹം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെയ്തു കൊടുത്തതാണ്. അതാടാ പയ്യനെ കിട്ടി. പയ്യനെ അങ്ങോട്ട് വീഡിയോ, അങ്ങോട്ട് സ്ഥലം പറയുക, വളയ്ക്കുക, എത്തുക. നീ എന്താണ് സഞ്ചിയൊക്കെ ആയിട്ട് നിൽക്കുന്നു? ഗിഫ്റ്റ് ഹായ്. എന്താന്ന് പറയുന്നില്ലേ?
വിളിച്ചു വരുത്തിട്ട് ഒന്നും പറയാനില്ല. എലൈറ്റ് ടൂണില്ലെന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ ഇത്. വീട്ടിൽ പോവാന്നാ? നീ എങ്ങനെയാ വന്നത്? വണ്ടി കയറാം, വീട്ടിൽ പോവാം. നീ അപ്പം ഗിഫ്റ്റ് ഒന്നും പറഞ്ഞ പുറത്തിറക്കി തരവില്ല. ഗിഫ്റ്റ് ഒന്നും പറഞ്ഞ് പുറത്തിറക്കില്ല. നമ്മൾ ഗിഫ്റ്റ് ഒന്നുമില്ല കേട്ടോ. വേറെന്താ പറഞ്ഞത്? വീട്ടിൽ പോവാം. എന്താണെന്നും പറയാത്തത്? ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം മിണ്ടായിരിക്കുന്നല്ലോ. ഞാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. ഇവൻ പറയാ ഇവൻ സബ്സ്ക്രൈബർ അല്ലെന്നല്ലേ പറയുമായിരുന്നു. നീ ആരാണ്? മെമ്പറാണ്. മെമ്പർ ബോയ്സ് മെമ്പറാവും. എനിക്ക് ഓൾറെഡി കുറേയേറെ പൈസ ചിലവുണ്ട്. നിങ്ങളെല്ലാം മെമ്പറായി ആ ചിലവിൽ നിന്ന് കുറച്ച് ഒരു 1% നിങ്ങൾക്ക് ഒഴിവാക്കുക. ജോയിൻ മെമ്പർ. അവിടെ വേണമെങ്കിൽ ചെയ്ത പൈസ ചെയ്താൽ മതി. കേട്ടോ, ഇവനെ റിച്ച് ആൾക്കാർ ചെയ്യും. എന്നിട്ട് വരാൻ നേരത്തെ ഇങ്ങനെ ഓരോ ജനറേറ്റ് ചെയ്യും മെമ്പറാണെന്ന് പറഞ്ഞ്. ഇവരെ കുറിച്ചുള്ള വ്ളോഗ് ഇറങ്ങുന്നേ ഉള്ളൂ. നീ അതാ അറിയാത്ത എനിക്ക് വരെ. ഇന്ന് ഈ ലേറ്റസ്റ്റ് വ്ളോഗിൽ പൊക്കി 2 പേരെ വീട്ടിൽ നിന്ന് നോക്കിയതാ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല ഞാൻ. 2 ദിവസമായി. നല്ല വീട്ടിലോട്ട് പോകുന്നു. വീട്ടുകാർക്ക് എല്ലാവർക്കും സർപ്രൈസ് ആവട്ടെ. എന്നെ അറിയാമെങ്കിൽ ഭാഗ്യം. ഇന്നെന്തെങ്കിലും നടക്കുന്നു കേട്ടോ. ഇത് നല്ലൊരു പൂച്ച. അപ്പൊ പിന്നെ കാണാം. ഓട്ടാ. അപ്പം നമ്മളിപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ അവരുടെ പ്രൈവസി കാരണം കാണിക്കാന്ന് ഞാൻ അവർ നമുക്ക് ചായയും കടിയും പിന്നെ അവരുടെ തന്നെ വീട്ടിൽ ഒരു പഴം ഉണ്ടായിരുന്നു. ആ പഴം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഓൾറെഡി കഴിച്ച് ഞാൻ ഫില്ലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവൻ വിടുന്നില്ല അതല്ലാതെ. അവൻ എന്റെ എല്ലാം അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം അറിയാത്തായിട്ടൊന്നും ഇല്ല. അവിടുത്തെ എക്സൈറ്റഡ് അവൻ. അപ്പൊ എന്നാലും നമുക്ക് ഇവനെ വിടാൻ പോവാം. അപ്പൊ അവനെ ഇപ്പൊ നമ്മള് വിട പറയുകയാണ്. അവന്റെ വീടെത്തി. ഇന്നലെ ഇവിടുന്ന് കൊണ്ടുപോയതാ. അപ്പൊ എന്ത് തോന്നുന്നു? ഇത് ജസ്റ്റ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാ. തുടക്കത്തിൽ ജസ്റ്റ് വാങ്ങാണ്ട് 2 ദിവസം മാറിയിരിക്കുവായിരുന്നു. കുഴപ്പമില്ല. ക്ഷീണിച്ചു. 3 മണിക്കൂർ ഉറങ്ങി. 3 മണിക്കൂർ കിട്ടിയില്ല. അതന്നെ വലിയ കാര്യം. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അവൻ എന്തായാലും പോട്ടോ. ശരി, ഇറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഷഡിയൊക്കെ ഇടണേ. പോട്ടാ, നീ വെക്കോ. ബൈ ഗുഡ് നൈറ്റ്. ബൈ. നമ്മുടെ എഡിറ്ററും പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച്. നീ വീട്ടിലോട്ട് തിരിച്ചു കയറാൻ പോവാ. നീ എപ്പോഴും എന്റെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തരത്തില്ല. അത്ര പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തരണ്ട കേട്ടോ. അടുത്ത വർഷം മതി. ശരി എന്നാ. Boys, I hope you guys have a wonderful episode. I'll see you guys next time. Take care. ഞാൻ വീട്ടിൽ പോട്ടെ. അല്ല ഇവിടെ എൻഡ് ചെയ്യണം. ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം.